പേഷ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എനിക്ക് മുന്നേ ഇഷ്ടമായിരുന്നു, അധികം അറിയാത്ത. പക്ഷേ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായില്ല എന്നൊരു പേടിയൊക്കെ വന്നു അല്ലേ? കൂടുതലായിട്ട് എന്തൊക്കെയോ അറ്റംപ്റ്റ് ചെയ്തോ തോന്നലുണ്ടായിരുന്നു അല്ലേ? ഓൾറെഡി ഒരു കഴിവുണ്ടാവും ആ കുട്ടികൾക്ക്. അപ്പൊ ഇന്നറില് ഒരു കഴിവുണ്ടാവും എന്ന് എനിക്ക് എങ്ങനെ തോന്നുന്നുണ്ട്. ചില കോഴ്സസ് കാണുമ്പോൾ സോഷ്യൽ കോഴ്സ് എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നാറുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി എക്സാം എഴുതാൻ പറ്റി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. മൈൻഡിന് കൺട്രോൾ അതൊന്നും എനിക്കില്ല. ഞാൻ നമ്മള് ഒരു അവസാനം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടേക്ക് ഇങ്ങനെ പതിയെ പതിയെ എത്തും എന്നുള്ള രീതിയിൽ അങ്ങനെ എത്തിയതാണ്. അപ്പൊ പറയാ, അപ്പൊ ഞാൻ അതുപോലെ വിചാരിച്ചു, അപ്പൊ നീ അതുപോലെ വിചാരിക്കുന്ന എല്ലാ ദിവസവും ഡെയിലി ഇങ്ങനെ എഴുതിക്കുക, പഠിക്കുക, കിടന്നുറങ്ങുക, എക്സാം ചെയ്താ ഇതൊക്കെ വരുന്നത്. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സ്റ്റീവൻ സെബാസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ നീറ്റ് MDSൽ ഓൾ ഇന്ത്യ റാങ്ക് 205 വാങ്ങിച്ച പേഴ്സൺ ആണ്. സോ നമുക്ക് അവരുടെ അടുത്ത് തന്നെ അറിയാം ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു, നമുക്ക് അതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. സ്റ്റീവൻ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ഡോക്ടർ സ്റ്റീവൻ സെബാസ്റ്റ്യൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. BDS പഠിച്ചത് PSM ഡെന്റൽ കോളേജിലാണ് പഠിച്ചത്. 2018 ബാച്ചാണ്. അപ്പോൾ ഇയർ 2025 ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടി നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാന്ന് വെച്ചു. അങ്ങനെയാണ് ബാട്ടിയിൽ ചേർന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് 205 റാങ്ക് കിട്ടി. എങ്ങനെയാണ് എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് എത്ര റാങ്ക് ഒക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി എക്സാം എഴുതാൻ പറ്റി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയപ്പോ എല്ലാവരും ഭയങ്കര ടഫായിരുന്നല്ലോ. എനിക്ക് എക്സാം എളുപ്പമായി ടെൻഷനായി. മനസ്സിലായില്ല എന്നൊരു പേടിയൊക്കെ വന്നു അല്ലേ? കൂടുതലായിട്ട് എന്തൊക്കെയോ അറ്റംപ്റ്റ് ചെയ്തോ എന്നൊരു തോന്നലുണ്ടായിരുന്നു അല്ലേ? എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ 4 ക്വസ്റ്റ്യൻ വിട്ടുള്ളൂ. മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിനിടയിലുള്ള മുന്നിലുള്ള മോക്ക് എക്സാമിലൊക്കെ അങ്ങനെ തന്നെയാണോ കണ്ടിന്യൂ ചെയ്തിരുന്നത്? മോക്ക് എക്സാംസിൽ ഞാൻ അങ്ങനെ എല്ലാവരും ചേരുന്നതായിരുന്നു. എനിക്ക് കിട്ടുന്നത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ചും കൂടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 ചോയ്സിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറ്. അപ്പൊ അറ്റംപ്റ്റ് പെർസെൻറ്റേജ് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിലോടെ എടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവന് 224 ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു തലേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ. അപ്പൊ അവൻ പറഞ്ഞു മാക്സിമം അറ്റംപ്റ്റ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ അപ്പോൾ കൂടിയാണ് ഞാൻ ഒന്നും കൂടി തീരുമാനിച്ചത് മാക്സിമം കിട്ടുന്നതൊക്കെ. ഓക്കെ, ഞാൻ നോക്കുന്നത് PSM കോളേജിൽ നിന്ന് കുറെ റാങ്കുകൾ കാണാറുണ്ട് എല്ലാ വർഷവും. അപ്പൊ ജൂനിയേഴ്സ് നിന്നാണെങ്കിലും സീനിയേഴ്സ് നിന്നാണെങ്കിലും ഇനി ജൂനിയേഴ്സ് നിന്ന് വരും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് അവിടെ ഡിഫറെന്റ്? എന്താ വാട്ട് മേക്ക് PSMല് ഞങ്ങൾക്ക് അങ്ങനെ നസ്മിലിക്കേന്റെ ബാച്ചാണ് കൂടുതലായിട്ട്. നസ്മിലിക്കയ്ക്ക് കിട്ടിയപ്പോഴും പിന്നെ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള ബാച്ചിൽ ശ്രീരാഗ് ചേട്ടൻ ആളൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അപ്പൊ നമുക്കൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് ഡ്രോപ്പ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വേണമെങ്കിൽ ക്ലിയർ ആവാൻ പറ്റും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ PSMല് ഫസ്റ്റും സെക്കൻഡ് ഇയറിലൊക്കെ നന്നായി നല്ല അക്കാഡമിക്സ് റൺ ചെയ്യുന്ന കോളേജാണ്. എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് കോളേജ്. പിന്നെ ഫാക്കൽറ്റീസും നല്ല ഇന്ററാക്റ്റീവ്. പിന്നെ അവർ മെയിൻ ആയിട്ട് ഇങ്ങനെ തിയറി ടോപ്പിക്സ് ഒക്കെ നന്നായി എടുക്കാറുണ്ട്. കോളേജിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ തോന്നുന്നത് കുറച്ചുകൂടി തൃശ്ശൂരിന്റെ പ്രത്യേകത തോന്നാറുണ്ട്. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്, നല്ല അക്കാഡമിക്കലി എക്സലന്റ് ആണ്. PSM തൃശ്ശൂരിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുടെ മെന്റാലിറ്റി എല്ലാവർക്കും മാറുന്നുണ്ടോ? എന്താണ് തൃശ്ശൂർ എല്ലാവരും പഠിക്കും, തൃശ്ശൂരുകാരല്ല, കുറെ പേര് വേറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പിന്നെ പൊതുവെ അക്കാഡമിക്സ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്ന കോളേജാണ്. സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. പിന്നെ ക്ലിനിക്സിലാണെങ്കിലും ഇപ്പൊ ഞാൻ കുറച്ച് ഒരു 10 months ക്ലിനിക്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പ്രാക്ടീസിന് പോകുമ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് പറയും നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഡോക്ടേഴ്സ് അറിയാറുണ്ട്, PSM പഠിച്ചിറങ്ങിയ പിള്ളേർ ഉണ്ടാവാറുണ്ട്, അങ്ങനെ ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ ലെവലിൽ നന്നായി ഫോക്കസ് ചെയ്യാറുണ്ട്. പേഷ്യന്റ് ലോഡും ഉണ്ടാവാറുണ്ട്. പേഷ്യന്റ് അത്യാവശ്യം ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഓറിയന്റേഷൻ ഒക്കെ കിട്ടും. മേ ബി ചില ആളുകൾ പാസ്സാവുന്ന മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. ക്ലിനിക്കൽ ഓറിയന്റേഷൻ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മനസ്സിലായിട്ടുണ്ടല്ലേ? സ്റ്റാഫ് നല്ല ക്ലിയർ ആയിട്ട് പിടിക്കും നമ്മളെ. അങ്ങനത്തെ വർക്കിലാണെങ്കിലൊക്കെ അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പിടിക്കാറുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കോളേജസ് നിന്ന് പഠിച്ചു വന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജസ് നിന്ന് പഠിച്ചു വന്ന് അങ്ങനെ ഒരു ഡിഫറൻസ് ഈ ഒരു നീറ്റ് MDSൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇന്ന ആൾക്ക് അഡ്വാൻറ്റേജ് ഇന്ന ആൾക്ക് ഡിസഡ്വാൻറ്റേജ് അങ്ങനെ ഉണ്ടോ? പിന്നെ നമ്മൾ അക്കാഡമിക്കലി എത്രത്തോളം എക്സലൻ്റ് ആവണം നല്ലൊരു റാങ്ക് കിട്ടാൻ?
അങ്ങനെ ഇല്ല. കാരണം ഞാനും വിചാരിച്ചത് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ വരുന്ന പിള്ളേർക്കാണ് മാക്സിമം റാങ്ക്സ് കിട്ടുക. അത് ഇപ്പോഴും ഉണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ല. നമുക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പ്രൈവറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഗവൺമെന്റിൽ MDSന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഫ്രണ്ട് വേറെ ജാക്സനാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം. അപ്പോൾ അവനും ഇതുപോലെ കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു. അവനിക്ക് അതിപ്പോൾ നമ്മൾ എത്രത്തോളം എഫർട്ട് ഇടുന്നു ഇന്റേൺഷിപ്പിന്റെ സമയത്ത്, അതല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിലും എഫർട്ട് ഇടുന്നതനുസരിച്ചിട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുകയാണെങ്കിൽ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നു. ഒരു സ്റ്റഡി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക, അത് അഡോപ്റ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്ക് എത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ കോളേജ് ഏതാണോ. ഇല്ല അക്കാഡമിക്സിൽ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഫാക്ടർ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ തന്നെ എൻ്റെ ബാച്ച്മേറ്റ്സ് ബാക്ക് ആയതുകൊണ്ട്. പക്ഷേ ഈ INA-യിലും പിന്നെ നവംബർ INA-യിലും മെയ് INA-യിലും പിന്നെ ഇപ്പൊ NEET MDSലും കൺസിസ്റ്റന്റ് ആയിട്ട് റാങ്ക് മേടിച്ച കുട്ടികളുണ്ട്, ഇങ്ങനെ ബാക്കായ പിള്ളേരാണെങ്കിലും. അപ്പൊ അതൊക്കെ നമ്മള് എങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി യൂണിവേഴ്സിറ്റി എക്സാംസിന് ബാക്കായി പോയ കുട്ടികൾക്ക് തന്നെ നല്ല റാങ്കിലേക്ക് എത്തുന്ന പറഞ്ഞാൽ എക്സാമിനോട് അനുവദിച്ചാൽ മതി. അതായത് ഇന്റേൺഷിപ്പ് ഓൺവേർഡ്സ് അത് ഓരോരുത്തരുടെ ഒരു ഡിറ്റർമിനേഷൻ ആണ് വരുന്നത്, എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കുറെ പേര് പറയും ഇതിപ്പോ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതിപ്പോ എൻട്രൻസിന് എന്നെ കൊണ്ട് പറ്റില്ല, ഓൾറെഡി UGക്ക് എൻട്രൻസിൽ അങ്ങനെ പഠിച്ചതാണ്, ഭയങ്കര ടോക്സിക് ആയുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. അത് കാരണം കൊണ്ട് ഇത് ഒരു എഫക്റ്റീവ് ആവില്ല എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിൽ ഇതൊക്കെ കണ്ടിട്ട് പോവാണെങ്കിൽ, നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തായാലും. നീറ്റ് UGയുടെ എൻട്രൻസ് ആയിട്ട് സംബന്ധിച്ച് നോക്കണമെങ്കിൽ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് നീറ്റ് UG എൻട്രൻസ് ആയിട്ട് MDS എൻട്രൻസിന് ഒരു സിമിലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. കാരണം UG എൻട്രൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിനകത്ത് ഇപ്പം നമുക്ക് ബയോളജി കെമിസ്ട്രി നമുക്ക് കിട്ടില്ല കഴിവ്. ഇത് നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങൾ 5 വർഷം പഠിച്ചത്, പിന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ വീണ്ടും പഠിക്കാം നമുക്ക്. പിന്നെ അത് പഠിക്കുന്നത് ഇപ്പോൾ നമുക്ക് അക്കാഡമിക്സിൽ മാത്രമല്ല, ക്ലിനിക്സിൽ വരുമ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഇതിപ്പോ ഇങ്ങനെയായിരുന്നു, പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വീണ്ടും. എക്സാക്ട്ലി കുറച്ച് പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ ഈ വിവരത്തിനോടുള്ള യൂസ് അതൊരു എക്സാം കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നുന്നു. പേഷ്യൻസിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു, നമുക്ക് അറിയില്ലായിരുന്നു ഇത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല, അങ്ങനെ നാളെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുകളിൽ യൂസ് ചെയ്യാനുള്ള പോയിന്റ് ഒക്കെ ആയിരിക്കും ആരെങ്കിലും. അല്ല പണ്ട് +2 പഠിക്കുമ്പോൾ നമുക്ക് ഫിസിക്സിലെ ലോ ഓഫ് തെർമോഡൈനാമിക്സ് മറ്റൊന്നും ഇവിടെ യൂസ് ചെയ്യാനൊന്നും ഇല്ല. പക്ഷെ ഇത് നാളെ മുതൽ തന്നെ നമ്മുടെ മേലോ അല്ലെങ്കിൽ സ്വന്തം റിലേറ്റീവ്സ്. ഞാൻ മുന്നേ എക്സാമിന് മുന്നേ ക്ലിനിക്സിൽ പോയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടും ക്ലിനിക്സിൽ പോയി. പക്ഷെ എനിക്ക് എക്സാമിന് മുന്നേ പോയതിനേക്കാൾ കൂടുതൽ പേഷ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എനിക്ക് മുന്നേ ഇഷ്ടമുണ്ടായിരുന്നു, അധികം അറിയാത്ത. പക്ഷെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ആൻസർ പറയാനായിട്ട്. പിന്നെ പേഷ്യൻസിനായിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, നമ്മളിങ്ങനെ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്ന് ടീച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവും. അത് മാത്രമല്ല നമുക്ക് മുന്നേ ഒക്കെ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ടൈപ്പ് മെന്റാലിറ്റി, അതൊക്കെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ അവർക്ക് അറിയാത്ത പേഷ്യൻസിനും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിക്കും. മുന്നത്തെ ആൾക്കാരാണ് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഇപ്പൊ പേഷ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയണേ, ആ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ, നല്ലതാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു നോളജ് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള സിങ്ക് വർദ്ധിപ്പിക്കാനൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നു. ഇപ്പം നമ്മൾ തിയറി നന്നായി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പാർട്ടി കിട്ടിയെന്ന് പറഞ്ഞു. ഏതോ ഫാക്കൽറ്റീസിനൊക്കെ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിയോളജി അഭിരാമി മിസ്സിന്റെ ക്ലാസ് നല്ല, എനിക്ക് ഫിസിയോളജി നോട്ട്സും മാമിന്റെ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പൾസ് വായിക്കേണ്ട ആവശ്യം വരാറില്ല. ഞാൻ വായിക്കും, പക്ഷെ എനിക്ക് ഇതൊക്കെ അറിയാം, ഇതിപ്പോ എന്തിനാ ഞാൻ ഇത് വായിക്കേണ്ട ആവശ്യം അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ OMFS ഹിമാനി ജോഷി മാമിന്റെ ഫ്രാക്ചേഴ്സിന്റെ ക്ലാസ്, പിന്നീട് എനിക്ക് ആ ഫ്രാക്ചറിന്റെ ചാപ്റ്റർ നോക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ് അതൊക്കെ. പിന്നെ ഐശ്വര്യ കൗശിക് സാറിന്റെ ഡെന്റൽ മെറ്റീരിയൽസ്. പിന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയോട് കൂടുതൽ ഇൻട്രസ്റ്റ്
തോന്നിയിട്ടുണ്ടായിരുന്നു? മുന്നേ ഇല്ലാത്ത പോലെ എനിക്ക് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്റ്റോട് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പഠിക്കാത്ത കാരണം അതിനോടൊക്കെ താല്പര്യം വരുന്നുണ്ടല്ലേ? നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറെ ഫീൽഡ് പബ്ലിക് ഹെൽത്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ 780 റാങ്ക് ആ റാങ്കിലൊക്കെയാണ് ലാസ്റ്റ്. അങ്ങനെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ ലാസ്റ്റ് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും പോകാനൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, പിന്നെ എൻജോ, പിന്നെ അങ്ങനെ ഒരുവിധം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പിന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ? ക്ലിനിക്കൽ സബ്ജക്ട്സ് എല്ലാം അതൊക്കെ. ഒരു പ്രിപ്പറേഷൻ സ്റ്റൈല് നമ്മളിപ്പം ഈ വർഷം പഠിക്കാൻ പോകുന്ന മേ ബി സ്റ്റീവിന്റെ ബാച്ച്മേറ്റോ ഫ്രണ്ടോ അനിയന്മാരോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു പറഞ്ഞു കൊടുക്കാൻ ഐഡിയ കിട്ടുകയാണെങ്കിൽ ഒരു ഡേ എങ്ങനെ പാസ് ചെയ്തത്? മേ ബി സ്റ്റാർട്ടിങ്ങിൽ ഒരു മിഡ് ഓഫ് ദി ഇയറിൽ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇയർ. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഞാൻ സാധാ പോലെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് സ്റ്റുഡൻറ്റും എക്സാമിനേഷന് പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ് കാണുന്നു, എക്സാം അതിന്ന് റിവ്യൂ ചെയ്യുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പിന്നെ എക്സാം വരുന്നു അതിന് പഠിക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഒന്നും കൂടി സ്ട്രക്ചർ. അപ്പോൾ നവംബർ വരെ അങ്ങനെയായിരുന്നു എൻ്റെ മൊത്തം പ്രിപ്പറേഷൻ. പിന്നെ നവംബർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിസൾട്ട് അത്ര ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, കാരണം പ്രിപ്പറേഷൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേ കുറച്ചുകൂടി പഠിക്കണം, കുറച്ചുകൂടി സമയം കൊടുക്കണം. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ കുറച്ചുകൂടി സമയം കൊടുത്ത് എല്ലാ ദിവസവും കുറച്ച് 10 hour ഒക്കെ എത്താറില്ല, അന്ന് മാക്സിമം എത്തിക്കണ രീതിയിൽ നമുക്ക് പറ്റിയിട്ടൊന്നുമില്ല. ഫസ്റ്റൊക്കെ കുറച്ച് സമയമൊക്കെ ദേഷ്യം വരും കുറച്ച് കഴിയുമ്പോൾ, അപ്പം നമ്മൾ നിർത്തും അങ്ങനെ. അത് പിന്നെ നമ്മൾ വീണ്ടും പക്ഷെ നമുക്കറിയാം ഇതിപ്പോൾ ഒരു സാധാ എക്സാം അല്ല, യൂണിവേഴ്സിറ്റി എക്സാം അല്ല, ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മളെക്കാൾ GDC പിള്ളേരൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. 2 രൂപത്തിൽ ചിന്തിക്കാറുണ്ട്. GDC കുറച്ച് നല്ല പിള്ളേരുണ്ട് എന്ന് ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ട്. ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യാൻ നല്ലത്. മേ ബി അങ്ങനെ ഒരു ത്രെട്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, നമുക്കറിയില്ലല്ലോ. നമ്മൾ മൊത്തം നോക്കുന്നത് UG അവർക്ക് GDC സീറ്റ് കിട്ടി. അപ്പോ എന്തുകൊണ്ടും അവരൊക്കെ നമ്മളെക്കാൾ 5 വർഷം മുന്നേ നടന്നൊരു ഇവന്റ് ആണ്. ശരിയാണ്. പക്ഷേ ഇപ്പൊ അവര് നല്ല കൂതറായിട്ടുണ്ടാവാം, മേ ബി നല്ല അക്കാഡമിക് എക്സലന്റ് ആയിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, ഓൾറെഡി ഒരു കഴിവുണ്ടാവും ആ കുട്ടികൾക്ക്. അപ്പൊ ഇന്നറില് ഒരു കഴിവുണ്ടാവും എന്ന് എനിക്ക് എങ്ങനെയാ തോന്നുന്നത്. അപ്പൊ എത്ര പഠിക്കില്ല എന്ന് പറഞ്ഞാലും അവർ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവര് എഫക്റ്റിൽ ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അല്ല, അങ്ങനെ വിചാരിച്ചു വെച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഈക്വലി ഗുഡ് ആയിട്ടുള്ള ടോപ്പ് റാങ്കേഴ്സും വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർക്ക് ഇനി ഗവൺമെന്റ് കയറണം എന്നുള്ള വാശിയാണ് അവിടെ വർക്ക് ആവുന്നത്. വേണമെങ്കിൽ എനിക്കാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇയറിൽ മാർക്ക് കിട്ടാത്തത് കൊണ്ട് ഫസ്റ്റ് ഇയറിൽ എനിക്ക് പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ പിള്ളേര് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്കും അങ്ങനെ നോട്ട്സ് ഞാൻ ഫസ്റ്റ് ഇയറിന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ബയോകെമിസ്ട്രി ഒക്കെ ഞാൻ എൻ്റെ നോട്ട്സ് തന്നെ പഠിക്കുക ചെയ്തത്. കാരണം ബയോകെമിസ്ട്രി ഞങ്ങളെ കോളേജിൽ നന്നായി എടുക്കുമായിരുന്നു. അതുപോലെ ഫിസിയോളജിയിൽ ഒരു സാറുണ്ടായിരുന്നു. സാറിൻ്റെ നോട്ട്സ് നല്ല എളുപ്പമായിരുന്നു. പേര് ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത്. പേര് മറക്കുന്ന ഒരു മോശക്കേടാണ്. അല്ല, പേര് നീ പറഞ്ഞു കൊടുത്താൽ മതി. ആ സൈഡ് ആഡ് ചെയ്ത് നീ പറഞ്ഞ മാതിരി തന്നെ ആഡ് ചെയ്തു വോയിസ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ സാറ് നന്നായി ക്ലാസ്. അപ്പോൾ ഞാൻ CVS ഒക്കെ സാറിൻ്റെ നോട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഹെൽപ്ഫുൾ. അപ്പം നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി നോക്കി പഠിക്കുന്നതാണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബയോകെമിസ്ട്രി ഞാൻ ബാട്ടിയുടെ നോട്ട്സ് ഒരു വട്ടം നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ നോട്ട്സിലുള്ള കാരണം കൊണ്ട് എനിക്കത് കംഫർട്ടബിളായി തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഞാൻ ആദ്യം ഇതുപോലെ ഇപ്പോൾ നീറ്റിന് വേറൊരു മോഡായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോട്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി ഫാസ്റ്റ് പോകാൻ പറ്റും. നമ്മൾ എഴുതി വെച്ച കണ്ടന്റ് നല്ല അതിൻ്റെ കൂടെ MCQ മാക്സിമം ആഡ് ചെയ്ത് പോവാന്നുള്ളതാണ് ഉണ്ടായത്. ഒരു ഡെയിലി എത്ര MCQ അല്ലെങ്കിൽ ഹവേഴ്സും MCQവിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് GTs ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ടെസ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് GTs ഇങ്ങനെ 240 ക്വസ്റ്റ്യൻസിൻ്റെ GTs ചെയ്യാറുണ്ട്. പിന്നെ MCQs ഞാൻ നമ്പർ വെച്ച് നോക്കാറില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അപ്പൊ എല്ലാവരും പറയാറുണ്ട് 1000 MCQ ചെയ്യാറുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കാറില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു, പക്ഷെ എന്നാലും
380 ഒക്കെ പറ്റുള്ളൂ. 380 400 സ്റ്റിൽ ഗുഡ് നമ്പർ. ഈ ഇന്റർവ്യൂ കേട്ട് നിൽക്കുന്ന പല ആളുകളും മേ ബി 50 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോടൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ എക്സാമിന് തന്നെ ബേസിക് സബ്ജക്ട്സിൽ നിന്നായിരുന്നു കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബേസിക് സബ്ജക്ട്സിൽ തിയറിയാണ് ഇമ്പോർട്ടൻറ്റ്. അതിലെനിക്ക് MCQ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നാറില്ല. കാരണം MCQയിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ പാർട്ട് എയിൽ ചേർന്നുകൊണ്ട് എനിക്ക് ഈ ബേസിക് പാർട്ട് കുറച്ചും കൂടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുള്ളത് കാരണം കൊണ്ട് എനിക്ക് ലെങ്തി ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റക്ക് ആയില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഉണ്ട് മെഡിക്കൽ സബ്ജക്ട്സ് അല്ലേ? മെഡിക്കൽ സബ്ജക്ട്സിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ തിയറി കുറച്ചറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, വായിച്ച് നോക്കട്ടെ, അടുത്ത ആൻസർ എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിങ് അല്ലായിരുന്നു കുറേയൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി പോവുക ചെയ്ത്. ഞാൻ ഒരിക്കലും ടെൻസ്ഡ് ആയിരുന്നില്ല എക്സാം എഴുതുമ്പോൾ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ പോകുമായിരുന്നു. ഹവേഴ്സ് മാക്സിമം എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് ഡെയിലി? മാക്സിമം ഒരു 13 എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലും വിട്ട് പോകാറൊന്നുമില്ല. അതെനിക്ക് മാക്സിമം, വേറെ സമയമില്ല. ഓക്കെ, അതന്നെ 12-13 ചില ഞാൻ കണ്ടിരിക്കുന്ന അവേഴ്സ് വെച്ചിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ടൈം പഠനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. മേ ബി ചിലപ്പം പാരന്റ് ആയിരിക്കുന്ന കുട്ടികളെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെ കൂടെ തന്നെ അവർക്കൊക്കെ ചിലപ്പോൾ 8-9 അവേഴ്സ് മോർ ദാൻ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് വെരി ഓക്കെ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നല്ല. കാരണം ലാസ്റ്റ് വീക്ക് ബിഫോർ ദ എക്സാം ഞാൻ ഭയങ്കര എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാറില്ല, നമ്മൾ ഈ പ്രാവശ്യം കിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈവൻ ഞാൻ ഇതെല്ലാം ഫീൽഡായിരിക്കുക. അപ്പോൾ എനിക്ക് വേറെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കും, വേറെ എന്തെങ്കിലും ഫീൽഡായിരിക്കും. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കയറി വരും അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഞാൻ അതിൽ ആ ഫ്ലോയിൽ അങ്ങനെ പോയി കുറച്ച് ദിവസം, എന്നിട്ട് പിന്നെ പതുക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കി അത് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. ഓക്കെ, സ്റ്റീവ് പറഞ്ഞാൽ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വെരി ഫ്രീക്വൻ്റ്ലി നമ്മൾ ഡൗൺ ആവും. ഇപ്പം സ്റ്റീവ് എത്തി നിൽക്കുന്ന നല്ല റാങ്കോ ഗവൺമെന്റിൽ തന്നെ MDS കയറാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് ആ പോകുന്ന ഫേസിൽ സ്റ്റീവിന് തോന്നിയിരിക്കുന്ന കാര്യമാണ്, ഞാൻ ഈ ഫീൽഡ് ആയിരിക്കില്ല എനിക്ക് മാച്ച് ആയത്, കാരണം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതേപോലെയുള്ള തോട്ട്സുകൾ കഴിഞ്ഞിട്ട് തന്നെ ഒരാൾ ഇവിടേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ഒറ്റ ആൾക്കാരും ലാസ്റ്റ് വീക്കിന് തൊട്ട് മുന്നേ അങ്ങനെയൊക്കെ തൊട്ട് വരുന്നത് എല്ലാവരും വിചാരിക്കില്ല ഇങ്ങനെ പഠിക്കണ പിള്ളേർക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് കാരണം എനിക്ക് കുറച്ച് സിവിൽ സർവീസിന്റെ പോലത്തെ ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ പോകാൻ കഴിവുണ്ടായിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് സോഷ്യൽ സയൻസ് ഒക്കെ പണ്ട് ഭയങ്കരമായിട്ടൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂസ് കാണാറുണ്ട്, പിന്നെ പത്രം വായിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ മമ്മി കുറച്ച് എക്കണോമിക്സ് സബ്ജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാം, ചിലപ്പോൾ കിട്ടിയാൽ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങനെ ചില കോഴ്സസ് കാണുമ്പോൾ സോഷ്യൽ കോഴ്സ് എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഇതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ തന്നെയാണ്, എക്സാം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇതൊരു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ തന്നെയാണ് നമുക്ക് ആ കോൺഫിഡൻസിലേക്ക് എത്താൻ പറ്റുക. അതിന്റെ മുന്നൊക്കെ നമ്മൾ പല ലെവലിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സ്റ്റിൽ കീപ്പ് ഓൺ മൂവിങ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? സോ ഒരു ഫൈനൽ വേർഡ് എന്നുള്ളത് മേ ബി നിങ്ങളൊരു ക്ലോസ് ഫ്രണ്ട് നെക്സ്റ്റ് ഇയറിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അവനോട് 1 മിനിറ്റിൽ ഒരു ഉപദേശം എന്നല്ല ഒരു സജഷൻ കൊടുക്കാൻ. സജഷൻ എന്ന് പറയാൻ നമ്മൾ ഡ്രീം ഉണ്ടാവുമല്ലോ നമുക്കൊരു പഠിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അവൻ തലേദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ് നിനക്ക് എന്താ ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് 780-ക്കുള്ളിൽ കിട്ടാൻ PhD എങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് എന്തായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ വർഷം ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലെ വെറുതെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് OMFS ആയിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം അവനിപ്പോൾ OMFS ഗവൺമെൻറ് ഡെന്റൽ കോളേജിലാണ്. അപ്പോൾ അവൻ പറയാ അപ്പോൾ ഞാൻ അതുപോലെ വിചാരിച്ചു, അപ്പോൾ നീ അതുപോലെ വിചാരിക്കുന്നു. ഞാൻ ശരി പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എത്താൻ പറ്റുന്നില്ല. വിചാരിക്കാനൊക്കെ നമ്മൾ വിചാരിക്കും, അപ്പോഴൊരു കോൺഫിഡൻസ് നമുക്ക് വരില്ല എന്നുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് റിയാലിറ്റിയിൽ വിചാരിക്കുള്ളത്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ ഏകദേശം ഒരു നമ്മൾ പറയാറുള്ള സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെക്കണം, കാരണം റിയലി കോൺഫിഡൻസ് നമുക്ക് ആ സമയം ഉണ്ടാവില്ല എന്നല്ലേ? അതെ, എന്തായാലും നമ്മളെ എക്സാമിനെ ഫേസ് ചെയ്യുക,
വേറെ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സാമിന് പോകുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി ഇങ്ങനെ എനിക്കാ പഠിക്കുക, കിടന്നുറങ്ങുക, എക്സാം എഴുതാൻ ഇതൊക്കെ തന്നെ. അപ്പോൾ 2027 എക്സാം എഴുതാൻ പോകുന്നവരോട് സ്റ്റീവ് പറയാനുള്ളത് അങ്ങനെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും. നല്ല ലോ മൂഡായിരിക്കും. ഒന്നും നോക്കണ്ട, എല്ലാ ദിവസവും പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, കടന്നുറങ്ങുക, വീട്ടിൽ കടന്നുറങ്ങുക, കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ നന്നായി പ്രാർത്ഥിക്കുക. സോ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മളെ മൈൻഡിനെ കാമാക്കി, നോട്ട് ഒരു അക്കാഡമിക് ഗെയിം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഒരുപാട് സോഷ്യൽ പ്രഷേഴ്സ്, ഡിറ്റർമിനേഷൻ, സോഷ്യൽ പ്രഷേഴ്സ്, നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം, പ്രയറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എന്താ പറയുക, ഒപ്റ്റിമിസ്റ്റിക് ആയി ചിന്തിക്കാൻ പറ്റണം, മൈൻഡിനെ കൺട്രോൾ കിട്ടണം. അതൊന്നും എനിക്കില്ല. ഞാൻ നമ്മള് ഒരു അവസാനം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടേക്ക് ഇങ്ങനെ പതിയെ പതിയെ എത്തും എന്നുള്ള രീതിയിൽ അങ്ങനെ എത്തിയതാണ്. അല്ല, സ്റ്റീവ് സ്വന്തമായിട്ട് അതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. സംതിങ് ഒരു മെന്റൽ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയോ ആ ഒരു സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെ റാങ്ക് എത്താം. അക്കാഡമിക് എല്ലാവർക്കും ഉണ്ടാവും, മേ ബി അതെല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ഇത് നിങ്ങൾ മാക്സിമം ട്രെയിൻ ചെയ്യുക. ലാസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല. കാരണം എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാനിക് പോലെയൊക്കെ വന്ന ആളാണ് എക്സാമിന്. അല്ല, കഴിഞ്ഞ ലാസ്റ്റ് ഒന്നും പഠിക്കാനാണ് എക്സാം എഴുതുന്നത്. എന്നിട്ട് വേറെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അന്നേരം അങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പൊ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും അത് മാനേജ് ചെയ്ത് എത്തിക്കാൻ പറ്റും. നമ്മൾ ഏത് ലെവലിൽ നിന്നല്ല, നമ്മൾ നീഡ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് കൺക്ലൂഡ് ചെയ്യാനാണ് 2 കാര്യം കൂടെ. ഒന്ന്, വൺ ഓഫ് ദ ചെയ്ത ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇത് ചെയ്തുകൊണ്ട് എനിക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുണ്ട്. രണ്ടാമത്തത്, ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഫസ്റ്റൊക്കെ ഞാൻ നല്ലതാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്യേണ്ടില്ലായിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. രണ്ടും സെയിം മിൽക്ക് തന്നെ വരിക. കാരണം എനിക്ക് ഞാൻ സെയിം മിൽക്ക് എന്നല്ല, അങ്ങനെയല്ല, ബാക്ടേയിൽ ചേർന്നുകൊണ്ട് എനിക്ക് പാർട്ടേയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. മെഡിക്കൽ സബ്ജക്ട്സിലൊക്കെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ എക്സാമിന് സമയത്ത് ഞാൻ നന്നായി എഴുതി, എനിക്ക് അത് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. റിസൾട്ട് വരുമ്പോഴാണ് എനിക്കത് ബേസ്, അതായത് കോൺക്രീറ്റ് ചെയ്തത്. ഞാൻ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് എനിക്ക് ബേസിക് സബ്ജക്ട്സുകൾ നന്നായി ക്ലിയർ ആകാൻ പറ്റി. പിന്നെ രണ്ടാമത്തെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നത്, അതായത് ഞാൻ തുടക്കത്തിൽ കുറെ തിയറി വായിച്ചിട്ടുണ്ടായിരുന്നു. MCQs ഭയങ്കര കുറവായിരുന്നു ചെയ്യുന്നത്. പിന്നെ പൾസിൽ തന്നെ PYQs റീസെന്റ് PYQs ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. അതൊക്കെ ഈ ലാസ്റ്റ് സമയത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി മുന്നേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല റാങ്കിലേക്ക് പോകായിരുന്നു. ഡെഫിനറ്റ്ലി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് ഇറങ്ങുക, അടിപൊളിയായിട്ട് കൊണ്ടുപോകുക. ആൻഡ് ഓൾസോ സ്റ്റീവിന് ഓൾ ദി വെരി വിഷസ്. ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി, ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.